ഡോക്ടർ മാർട്ടിൻ പാട്രിക്, ഇതിപ്പോ ഈ ഹോർമുസ് തുറമുഖം അടക്കമുള്ളവ അടച്ചിടും എന്നുള്ളത് ഇറാന്റെ ഒരു തുറുപ്പു ചീട്ടാണ്. അത് ലോകത്തെ ഞെട്ടിക്കുകയും ലോകത്തെ സമ്മർദ്ദത്തിൽ നിർത്തുകയും തങ്ങൾക്ക് അനുകൂലമായ സമാധാന പ്രഖ്യാപനം നടത്താൻ ഇസ്രയേലിനെയും അമേരിക്കയും പ്രേരിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് ആത്മവിശ്വാസം. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ ഉണ്ടായ നഷ്ടം എത്രയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ വ്യോമ മേഖല കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ അതിലൂടെയുള്ള മുഴുവൻ ട്രാഫിക്കും ഇപ്പോൾ തന്നെ ഭീതിതമാണ്. പലതും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വിപണിയുടെ കാര്യമാണെങ്കിൽ, സ്വർണത്തിന്റെ കാര്യമാണെങ്കിൽ, ഇന്ധനത്തിന്റെ കാര്യമാണെങ്കിൽ, വ്യോമയാന മേഖലയുടെ കാര്യമാണെങ്കിൽ, ചരക്കു നീക്കത്തിന്റെ കാര്യമാണെങ്കിൽ, അങ്ങനെ ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെ സ്തംഭിപ്പിക്കാൻ പോകുന്ന ഒരു സംഘർഷാവസ്ഥയാണ് ഉരുണ്ടുകൂടിയിരിക്കുന്നത്. അത് ലഘൂകരിക്കപ്പെടാനുള്ള സാധ്യത അങ്ങെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിപ്പോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു വാറിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം കടുത്ത രീതിയിലുണ്ടാവും. അത് ഇന്ത്യയെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇപ്പം നമ്മൾ ഹോർമുസ് കടലിടുക്ക് ആശ്രയിച്ചിട്ടാണ് ഈ UAE, പിന്നെ സൗദി അറേബ്യ ഇറാഖിൽ നിന്നത്തൊക്കെ ഉള്ള കൂടുതൽ പിന്നീട് കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നത്. അപ്പം നമുക്ക് ഓയിൽ എന്ന് പറയുന്നത് കൂടുതലും ഈ രാജ്യങ്ങൾ ഈ ഹോർമസ് പിന്നീട് കടലിടുക്കിലൂടെയാണ് നമുക്ക് അയക്കുന്നത്. ഏതാണ്ട് ഒരു കണക്ക് പറഞ്ഞാൽ ലോകത്ത് തന്നെ 20% ക്രൂഡും ഈ കടലിടുക്കിലൂടെയാണ് വരുന്നത്. അത് ക്രൂഡ് മാത്രമല്ല, LNGയും അതെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2/3 ഓഫ് ക്രൂഡ് നമ്മൾ അതിലൂടെയാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പല കണക്കുകളും പല വാദങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പ്രബലമായിട്ടുള്ളൊരു വാദമെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് മാറി വേറൊരു വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 12 ദിവസം വരെ അധികം വേണ്ടി വരും നമുക്ക് ഷിപ്മെൻറ്റ്സിന് ഇവിടെ എത്താൻ. അതുപോലെ തന്നെയാണ് ഒരു 15 to 40% എങ്കിലും കോസ്റ്റ് ഇൻക്രീസ് ഉണ്ടാവും. ഇതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇൻഫ്ലേഷനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാകും. അതുമാത്രമല്ല, നമ്മളുടെ എല്ലാ സാധനങ്ങളിലും ഇൻഫ്ലേഷൻ വർദ്ധിക്കും. ഈ ചരക്കു നീക്കം എന്നുള്ളത് മാത്രമല്ല, ക്രൂഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇറാൻ ഇപ്പോൾ ലഭ്യമാക്കുന്ന എണ്ണ അതിലൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭരണം ആവശ്യമുണ്ട് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും, അല്ലെ? ആ നിലയ്ക്ക് സംഭരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശേഖരണം അടക്കം ഈ ഓയിൽ പ്രൈസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയല്ലേ? മാത്രമല്ല, ഇത് നോക്കൂ, ഈ സംഘർഷം ഉരുണ്ട് കൂടിയ ഒരു 4 ദിവസം, അതിൽ തൊട്ട് വ്യാഴാഴ്ചയിൽ നിന്ന് 7% വർധനയാണ് വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ക്രൂഡിന്റെ വിലയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ പല മടങ്ങ് എങ്കിലും വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതകളില്ലേ? അല്ല, ക്രൂഡിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ വർധന ഉണ്ടാകും. ഈ സാഹചര്യം തുടർന്നാൽ എന്നതിൽ സംശയമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറാനെ ഒരുപാട് ആശ്രയിച്ച് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ ട്രേഡ് സാങ്ഷൻസിന് ശേഷം നമുക്ക് ഒരുപാട് ക്രൂഡ് ഇറാനിൽ നിന്നിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും വരുത്തുന്നത് സൗദി അറേബ്യ തന്നെയാണ്, പിന്നെ ഇറാഖാണ്. അങ്ങനെ പോകുന്നു നമ്മളുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഇറാനേക്കാളും കൂടുതൽ റഷ്യ ലോകരാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ഇറാൻ്റെ കോൺട്രിബ്യൂഷനും നമുക്ക് ചുരുക്കി കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ ഇറാനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന ഹോർമസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ അത് വേഗം അങ്ങോട്ട് ഇറാൻ അടയ്ക്കുമെന്ന് നമുക്ക് കരുതാനും വയ്യ. കാരണം നമ്മളുടെ പഴയ ഹിസ്റ്ററി അനുസരിച്ച് നോക്കുമ്പോൾ അത് എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ സംഘർഷം മതി. ഈ സംഘർഷം കൊണ്ടിട്ട് ഷിപ്മെൻറ്റ് പിന്നീട് സ്മൂത്തായിട്ട് നടക്കില്ല. ആ സ്മൂത്ത്നെസ് തന്നെ ബാധിക്കുമ്പോൾ നമ്മളുടെ ക്രൂഡ് ഓയിൽ പ്രൈസിനെ ബാധിക്കും. പക്ഷേ അത് പലരും ബാധിക്കുന്നത് പോലെ പിന്നീട് യുദ്ധം നീണ്ടു നിന്നാൽ മാത്രമേ ഒരു $100 പെർ ബാരൽ പോവുകയുള്ളൂ. അതിന് താഴെയായിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എടുത്ത സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.
ഏറ്റവും ഉയർന്ന വിലയെന്ന് പറയുന്നത് പിന്നീട് റഷ്യ ഉക്രൈൻ കാലഘട്ടത്തിൽ 100-നപ്പുറം പോയിട്ടുള്ള ഒരു വില വന്നത്, $100 പോയിട്ട് വന്നിട്ടുള്ള ഒരു വിലയൊന്നും അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കുറച്ചായിട്ടാണ് കാണുന്നത്. പക്ഷേ സംഘർഷം തുടർന്നു കഴിഞ്ഞ് തീർന്നാൽ, വെസ്റ്റ് ഏഷ്യയിൽ മറ്റു രാജ്യങ്ങളിലേക്കും ഇതുപോലെ വ്യാപിച്ചു കഴിഞ്ഞ് തീർന്നാൽ പ്രശ്നമായിരിക്കും. ലോകം തന്നെ വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിന് സംശയമില്ല. വളരെ വലുതായി മാത്രമാണ് നിലനിൽക്കുന്നത് എന്നതുമുണ്ട്. സംഘർഷം ബാധിച്ചാൽ പോലും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു വലിയ വർധന പെട്ടെന്നുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതും ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.